പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എടാ, നമുക്ക് ഇന്നലെ കഴിച്ചിട്ട് പോയാലോ? അഞ്ജന ചോദിച്ചപ്പോൾ വേണിയൊന്ന് സംശയിച്ചു. വീട്ടിലെത്താൻ ലേറ്റാവുമല്ലോ എന്ന ചിന്തയിലാണവൾ. വൈകുന്നേരം ലൈബ്രറിയിൽ നിന്നിറങ്ങുമ്പോൾ നേരം കുറച്ചധികം വൈകിട്ടുണ്ട്. ചിന്തിച്ചെന്നവളെ അഞ്ജന നിർബന്ധിച്ചു. നേരം വൈകൂലേ? നമുക്ക് നാളെ പോയാലോ? വേണി ഒരു ചെറിയ മടിയോടെ പിന്നെയും ചോദിച്ചു. ഓ, എന്റെ പെണ്ണ് നേരൊന്നും വൈകില്ല, നീ വായോ. കല്യാണം കഴിഞ്ഞ് എനിക്ക് പോലും ഇത്ര ചിന്തിക്കാനില്ലല്ലോ. അഞ്ജന അവളെ കളിയാക്കി. കോളേജിലെ പുതിയ സുഹൃത്താണ് അഞ്ജന. ആള് വിവാഹം കഴിഞ്ഞതാണ്. ഭർത്താവിന്റെ വീട്ടിൽ പഠിക്കാൻ വലിയ സപ്പോർട്ടൊന്നുമില്ലെങ്കിലും അവളുടെ വീറും വാശിയും ഒന്നുകൊണ്ട് മാത്രമാണ് പഠിക്കുന്നത്. അല്പം ചൊടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് വേണി പെട്ടെന്ന് തന്നെ അവളുടെ കൂട്ടായി. ഇപ്പൊ രണ്ടാളും ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെയാണ്. കോളേജിൽ നിന്നിറങ്ങി റോഡ് മുറിച്ച് കടന്ന് കുറച്ച് മുന്നോട്ട് നടന്ന അവർ അത്യാവശ്യം നല്ല റെസ്റ്റോറന്റ് അവിടെ. രണ്ടാളും അകത്തേക്ക് കടന്ന് ഒഴിവുള്ളൊരു ടേബിളിന് ഇരുവശത്തായി ഇരുന്നു. കഴിക്കാനുള്ള ഓർഡർ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേണിയുടെ കണ്ണിൽ അവർ പതിഞ്ഞത്. അവരിൽ നിന്ന് 5-6 ടേബിളുകൾ മാറി മറ്റൊരു ടേബിൾ ഇരുവശത്തായിരിക്കുന്ന ഹരീഷും നന്ദനയും. ചിരിച്ച് സംസാരിച്ച് എന്തോ ജ്യൂസ് കുടിക്കുന്നുണ്ട് രണ്ടാളും. ടേബിളിരിക്കുന്ന ഹരീഷിന്റെ കൈവിരലിൽ വർത്തമാനങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ നന്ദനെ പിടിച്ചും വിരലുകോർത്തും അഴിച്ചു. വേണി പെട്ടെന്ന് മുഖം തിരിച്ചു. എന്താടാ? അഞ്ജന വേണിയുടെ മാറിയ മുഖം കണ്ട് അവളോട് ചോദിച്ചു. പിന്നെ ഒരു സംശയത്തോടെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. തിരിഞ്ഞപ്പോൾ കണ്ട ഹരീഷിനെയും വേണിയെ അവൾ നിന്ന് ചൊഴിഞ്ഞു നോക്കി. പിന്നെ വേണിയെ നോക്കി. ആരാ? നിനക്കറിയോ? അവൾ വേണിയോട് ചോദിച്ചു. മുറുകിയ മുഖത്തോടെ വേണി അഞ്ജനയെ നോക്കി. പിന്നെ പറഞ്ഞു, ഹരീഷും നന്ദനയും. അവളത് പറഞ്ഞതും അഞ്ജന ആശ്ചര്യത്തോടെ പിന്തിരിഞ്ഞു നോക്കി. കുറച്ചു കഴിഞ്ഞ് എണീക്കുകയാണ് ഇപ്പോൾ രണ്ടാളും. അവർ വാഷ്റൂമിലേക്കും പിന്നീട് പുറത്തേക്കും ഇറങ്ങുന്ന സൂക്ഷ്മമായി നിരീക്ഷിച്ചു അഞ്ജന. കടന്നു പോകുമ്പോൾ കാണാതിരിക്കാൻ മുഖം ടേബിളിലേക്ക് കുനിച്ച് എന്തൊക്കെയോ സംസാരത്തിൽ മുഴുകിയവർ അവരോട്ട് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അവരൊന്നും നോക്കിയ പോലും ഇല്ലല്ലോടി. അവർ പോയി കഴിഞ്ഞതും അഞ്ജന പറഞ്ഞു. വേണിയൊന്നും മിണ്ടിയില്ല. ഹരീഷിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്നറിഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടിയിരുന്നു. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാവും ഇത്ര പെട്ടെന്നാണ് കരുതിയത്. എന്നാൽ ഇന്ന് ചിരിച്ചുല്ലസിച്ച് സംസാരിക്കുന്നവരെ കണ്ടപ്പോൾ വേണിക്ക് മനസ്സിലായി അയാൾക്ക് താനൊരു വിഷയമേ അല്ലെന്ന്. എന്നോ അവസാനിച്ച ഒരു ചാപ്റ്റർ മാത്രമാണ് അയാൾക്ക് താനെന്ന്. അവളുടെ കണ്ണിലൊരു നീർപ്പൊടിഞ്ഞ്. ആദ്യ പ്രണയത്തിന്റെ ഭർത്താവിന്റെ ചതിയിൽ വെന്തുപോയവളുടെ മുഖഭാവമായിരുന്നപ്പോൾ വേണിക്ക് അഞ്ജന അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ച്. സാരല്ല, വിട്ടേക്കടാ, സങ്കടപ്പെടാതെ. ഒരു നിമിഷം അവളോട് എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലായില്ല. പരിചയപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വേണി അവളോട് പറഞ്ഞിരുന്നു തന്റെ ജീവിതത്തിനെ കുറിച്ച്. അന്ന് ഒരുപാട് സങ്കടം തോന്നിയെങ്കിലും ഇറങ്ങി വരാൻ അവൾ കാണിച്ച ധൈര്യത്തെ ഓർത്തും മുന്നോട്ടുള്ള അവളുടെ ലക്ഷ്യങ്ങൾ അറിഞ്ഞതും ഇഷ്ടവും ബഹുമാനമൊക്കെ കൂടിയതയുള്ള അഞ്ജനയ്ക്ക് ഏയ് ഇല്ലടാ, ഞാൻ ഓക്കെയാണോ? പെട്ടെന്ന് കണ്ടപ്പോ എന്തൊരു വല്ലായിക. വേണി പെട്ടെന്ന് തന്നെ ഒന്നുമില്ലെന്ന പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് അത്രയുള്ളടാ, അവന് നിന്നെ അറിയിക്കുന്നില്ല, പോട്ടെ പുള്ളി. അവള് തന്നെയാ അവന് മാച്ച്. ആ നാരിയോർത്ത് നീ ഇനിയും സങ്കടപ്പെടരുത്. നിനക്കുള്ള ആൾ എവിടെയോ ഉണ്ട്. കറക്റ്റ് ടൈമിൽ ആളിങ്ങി എത്തുന്നേ. അഞ്ജന പറഞ്ഞപ്പോൾ വേണിയൊന്ന് ചിരിച്ചു. അല്ലെങ്കിൽ എനിക്കവന് വേണ്ടേനി. സ്വന്തം ഭാര്യ വയ്യാത്ത അമ്മയുടെ കൂടെ കിടത്തിയിട്ടാ അനിത്യായി കണ്ടവളുടെ കൂടെ അവൻ അവിയത്തിന് പോയത്. ഞാൻ അവനോർത്ത് കരഞ്ഞ് ജീവിക്കയില്ല. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി നല്ലൊരു ചെക്കനെയും കിട്ടി സുഖമായിട്ട് ജീവിക്കും. അവൾ വീറോടെ പറഞ്ഞു. ദാറ്റ്സ് മൈ ഗേൾ. ഈ സ്പിരിറ്റാ വേണ്ടത്. അതെന്റെ വീട്. നമുക്കിപ്പോൾ ഇത് തിന്നു തീർക്കാം. മുന്നിൽ വന്ന് ഓർഡർ ചെയ്ത ഫുഡ് ഐറ്റംസ് വന്നു. അഞ്ജന ആ വിഷയത്തിന് തന്നെ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്റെ ഷാജി, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അവൻ ചെയ്ത തെമ്മാടിത്തരം കൊണ്ടാ നമ്മുടെ കൊച്ചിപ്പോ ബന്ധം പിരിഞ്ഞ് എന്നിട്ട് അവനും ആ പെണ്ണും കൂടി കല്യാണം കഴിക്കുന്നു. അപ്പൊ നാട്ടുകാരെന്താ പറയാ? പ്രശ്നം നമ്മുടെ കൊച്ചിനാന്ന്. പിന്നെ നമ്മുടെ കൊച്ചിന് നല്ല ബന്ധം കിട്ടുമോ? നമ്മുടെ കൊച്ചി ഇവിടെ താലി കഴിച്ചിരിക്കുമ്പോ അവൻ രണ്ടാമത് കിട്ടുന്നു. അത് സമ്മതിക്കരുത്. അതിനു മുമ്പ് നമ്മുടെ കൊച്ചിന്റെ കിട്ടു നടത്തണം. ആഹാ, എന്താപ്പ അവര് കരുതിയേ? ദേ, നല്ല ചെറുക്കന്മാർ അമ്മാവും കൊണ്ട് തരും. അവന്റെ കേട്ടിന്റെ മുമ്പ് തന്നെ നിന്റെ മോള് സുമംഗലിയാവണം. അമ്മാവൻ രോഷം കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഷാജിയെ കൺവീൻസ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല. വൈകുന്നേരം ഷാജി വീട്ടിൽ ചെന്ന് പൊരിക്കടികൾ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് അമ്മാവൻ ഹോട്ടലിലേക്ക് വരുന്നത്. വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ കടികൾ ഉണ്ടാക്കുന്നത്. സന്ധ്യക്ക് സഹായത്തിന് തൊട്ടടുത്തുള്ളൊരു ചേച്ചിയെ കൂടി വിളിക്കുന്നുണ്ട്. വേണിയുള്ളപ്പോൾ അവളും കൂടും. അമ്മാവൻ വീട്ടിലേക്ക് വരാതെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ ഹോട്ടലിലേക്ക് നേരിട്ട് വന്നപ്പോൾ ഷാജി ഒന്ന് അമ്പരന്നു. പക്ഷെ ഹരീഷിന്റെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ് ആലിളകി വന്നാണ് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇപ്പൊ ഒരു കല്യാണം എന്തായാലും വേണ്ട അമ്മാവ. എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ടാ പഠിക്കുന്ന കൊച്ചിനെ എടുപ്പിടിയെന്ന് കെട്ടിച്ചയച്ച്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? 4 മാസം തേച്ചോ? ചെക്കൻ നല്ലതാണ്, അമ്മ വളർത്തിയ മോനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് തന്നെയാ ആദ്യത്തെ കെട്ടിടത്തിയെ. എന്നിട്ട് എന്നെ മോൾ ആ വീട്ടിലിരിക്കുമ്പോ തന്നെ അവ വേറൊരുത്തിയെ വിളിച്ചു കയറ്റിയില്ലേ? പറഞ്ഞു വന്നപ്പോൾ ഒന്ന് വിതുമ്പിപ്പോയി ഷാജി അമ്മാവന്റെ മുമ്പിൽ. അമ്മാവനൊന്ന് വല്ലാതായി. നീ സങ്കടപ്പെടാതെ. എല്ലാ ആണുങ്ങളും ഒരുപോലെയാണോ? നല്ലൊരുത്തനെ കണ്ടുപിടിക്കല്ലേ വേണ്ടത്. എന്നിട്ട് ആ കഴിവേറുടെ മുമ്പിൽ തന്നെ ജീവിച്ച് കാണിക്കല്ലേ വേണ്ടത്. അമ്മാവൻ അയാളുടെ തോളിൽ തട്ടി ഒന്ന് ആശ്വസിപ്പിക്കുകയും കാര്യം പറയുകയും ചെയ്തു. ദണ്ണം കൊണ്ട് പറഞ്ഞ ആകെ ഒന്നുണ്ടായിട്ടും
അതിന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അയാളെ നിർത്തി കണ്ണും തുടച്ച് പിന്നെയും പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു കല്യാണം വേണ്ട. അവൾ പഠിക്കട്ടെ, ഒരു ജോലി ആവട്ടെ, എന്നിട്ട് മതി. അവനുള്ള വാശിക്കിൻ്റെ കുട്ടീൻ്റെ ജീവിതം ഇനിയും കൊണ്ടുപോയി ഇല്ലാണ്ടാക്കാൻ എനിക്ക് വയ്യ. അതൊന്ന് ചിരിച്ചു വരിക. ഇപ്പോൾ അവളിപ്പോൾ പഠിക്കട്ടെ, കല്യാണം കുറച്ച് കഴിയട്ടെ. പിന്നെ അവൻ കെട്ടുക കഴിക്കുകയോ എന്താന്ന് വെച്ചാൽ ആവട്ടെ, എനിക്കതറിയണ്ട. എൻ്റെ കുട്ടീൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്ക്. ഷാജി അറുത്തുമുറിച്ച് പറഞ്ഞോടെ അമ്മാമിനെ വാദിക്കാൻ നിന്നില്ല. അല്ലെങ്കിൽ ഒരു വാശിക്ക് ഇനി ഒരു അബദ്ധം കൂടെ വേണ്ടെന്ന് തോന്നിയിരിക്കണം അയാൾക്ക്. ഒരു ചായ കുടിച്ച് ഷാജിയോട് യാത്ര പറഞ്ഞ് അയാൾ ഇറങ്ങി. വേണി, ജീവന് നിന്നെ അങ്ങ് അസ്ഥിക്ക് പിടിച്ചെന്നാ തോന്നുന്നു. ഏതു നേരം കുറുക്കൻ്റെ കണ്ട് കോഴിക്കൂട്ടില്ല. ചെവിക്കരികിൽ വന്ന അഞ്ജന രഹസ്യം പോലെ പറഞ്ഞപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന നിർത്തി വേണി പതിയെ തലപൊക്കി. ജീവൻ ഇരിക്കുന്നിടത്തേക്ക് അവൾ നോക്കുന്നതിന് മുമ്പ് തന്നെ അഞ്ജന അവളുടെ തലക്കൊരു കിഴുക്കും കൊടുത്ത് പുസ്തകത്തിലേക്ക് തന്നെ പിടിച്ച് താഴ്ത്തി. എന്റെ കുരിപ്പേ, അവൻ അറിയാതെ നോക്കടി. വേണിയെന്ന് വിളിച്ചു. പിന്നെ പതിയെ എഴുത്ത് തുടരുകയും അതിനിടയിൽ മുടിയെല്ലാം ഒതുക്കിക്കൊണ്ട് ജീവന്റെ സീറ്റിലേക്കൊന്ന് പാളി നോക്കുകയും ചെയ്തു. ശരിയാണ്, അവൻ ഇങ്ങോട്ട് തന്നെയാ നോക്കുന്നത്. ഇനിയിപ്പൊ തന്നെ ആവോ? കണ്ടില്ലടി, എന്നെയാണെന്ന് എന്താ ഉറപ്പ്? ചിലപ്പോ നിന്നെ വേറെ ആരെങ്കിലും ആവും. അഞ്ജനയുടെ കളിയാക്കിക്കൊണ്ടുള്ള ചിരിയും മൂളിലും കേട്ടപ്പോൾ വേണിയൊന്ന് ചോദിച്ചു. പിന്നെ എന്നെ എന്തായാലും അല്ല. എന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. വേറെ ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിന്നെ തന്നെയാണെന്ന് ഉറപ്പാ. ചെക്കന് കുറച്ചു ദിവസമായി ഒരു ഇളക്കം തുടങ്ങിയിട്ട്. അഞ്ജന പിന്നെയും കുറുമ്പോടെ പറഞ്ഞപ്പോൾ വേണിക്കൊരു ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിൽ പുസ്തകം മടക്കി വെച്ച് ജീവനെ ഒരു കത്തുന്ന നോട്ട് നോക്കി എണീറ്റവൾ. ഞാൻ പോവാ, വരുന്നുണ്ടി വാ, അഞ്ജനയോട് പറഞ്ഞ് ബുക്സ് ബാഗിലാക്കി പോവാനിറങ്ങിയവൾ. അവളുടെ ദേഷ്യം മനസ്സിലാക്കി അഞ്ജനയും കൂടെ ഇറങ്ങി. ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്നവരിലായിരുന്നു ജീവന്റെ കണ്ണുകൾ. അവനൊരു ചെറിയ ചടപ്പ് തോന്നി. തന്റെ നോട്ടം കണ്ടിട്ടാണ് അവൾ പോയതെന്ന് അവന് മനസ്സിലായിരുന്നു. എന്റെ കുട്ടിയുടെ ദേഷ്യം എപ്പോഴും മാറിയില്ല. എടാ, നീ ഇത്രക്ക് ടെൻഷൻ ആവാതെ, ഒരിഷ്ടമൊക്കെ സാധാരണല്ലേ. കോളേജ് ഗാർഡനിലെ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് അഞ്ജന പറഞ്ഞു. എനിക്കെന്തോ അവനെ നോട്ടോ നിന്റെ പറച്ചിലോ കേട്ടപ്പോ എന്തോ പോലെ. ഇതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മൂഡിലല്ലടാ ഞാൻ. ആ, ഇതാ പറയുന്നത്, എറിയാൻ അറിയുന്നവരുടെ കയ്യിൽ ദൈവം വടിയൊടിക്കില്ല എന്ന്. ഒരു ദീർഘനിശ്വാസത്തോടെ അഞ്ജന പറഞ്ഞപ്പോൾ വേണിയൊന്ന് ചിരിച്ചു. അയ്യടാ, ഇപ്പോൾ ഉള്ളതിനെ പോരല്ലേ മോൾക്ക്? ചുമ്മാ വായി നോക്കാൻ. വേണി വീട്ടിലെത്തിയപ്പോൾ 2-3 വീടപ്പുറമുള്ള രുക്മിണിയെ എടുത്തിട്ടുണ്ട് വീട്ടിൽ. ഉമ്മറത്തിന് അമ്മയോടൊപ്പം ഇരിക്കുന്നതുകൊണ്ട് അവൾക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. ആളൊരു പോയ കോടാലിയാണ്. വേണി ഒരു വരുത്തി കൂട്ടിയ ചിരിയോട് അങ്ങോട്ടേക്ക് ചെന്നു. ആ, മോളെ കാത്തിരിക്കായിരുന്നു ഞാൻ, ഇവിടെ വന്നിരിക്കേ. പിടിച്ച പിടിയാലെ വേണി അടുത്തിരുത്തി ആയമ്മ. വേണി അമ്മയെ നോക്കിയപ്പോൾ അമ്മയൊന്ന് കണ്ണടച്ച് സമാധാനിപ്പിച്ചു. ക്ലാസ്സൊക്കെ എങ്ങനെ പോണു? നല്ലോണം പഠിക്കണില്ലേ? ആ, കുഴപ്പമില്ല, പഠിക്കുന്നുണ്ട്. എന്താ അവിടുത്തെ പാട്? വേണി അങ്ങോട്ട് ചോദിച്ചു. ആ, എൻ്റെ മോളെ, വയസ്സായില്ലേ, അതിൻ്റെയൊക്കെ ഓരോ അസുഖങ്ങൾ. നടക്കാനൊക്കെ വലിയ പ്രയാസ. പണ്ടത്തെ പോലെ അങ്ങോട്ട് വരാനൊന്നും വയ്യ. എത്ര ദിവസം ആശുപത്രിയിൽ കിടന്നെന്നോ. ഇപ്പൊ തന്നെ വഹിച്ചിട്ടല്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടൊന്നും വരാൻ പറ്റിയില്ലല്ലോ. ഇപ്പോഴാ ഒന്ന് ഇറങ്ങാൻ പറ്റി. ധന്യ ഓളോടുക്ക് പോയിരിക്കുക, അതുകൊണ്ട് വരാൻ പറ്റി. ഇല്ലൊരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കൂല ആ പെണ്ണ്. സ്നേഹമുള്ളോളാ. മുഖമെല്ലാം ആട്ടി ഒരു പ്രത്യേക താളത്തിൽ അത്രയും പറഞ്ഞ് ആയമ്മ അടുത്ത് വെച്ചിരിക്കുന്ന കുപ്പി ഗ്ലാസ്സിൽ നിന്ന് കട്ടൻ ചായ ഉറക്ക് കുടിച്ചു. ആ, ധന്യക്കിപ്പോ എത്ര മാസമായി? ഇപ്പൊ ഛർദിയൊക്കെ ഉണ്ടോ? അവയ്ക്ക് ഇതിപ്പോ 4 മാസമായി. ഛർദിയൊക്കെ കുറവാ. ആദ്യത്തിന് എന്തൊരു ഛർദിയായിരുന്നു. ആ, പറയുമ്പോ നിന്നെക്കാള് 2 വയസ്സേ മൂപ്പുള്ളൂ. ഇതിപ്പോ 2ാമത്തെ ആയി. ആ, പറഞ്ഞിട്ടെന്താ, ഇങ്ങനെയൊക്കെ നടക്കാനാവും വിധി. പറഞ്ഞ് അവസാനം അവർ വേണിയിലെത്തി. സന്ധ്യയോട് കുറേയധികം സങ്കടം പറച്ചിൽ പോലെ എന്തൊക്കെയോ നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു. താടിക്ക് കൈകൊടുത്ത് പറയുന്നവരെ വേണി മടുപ്പോടെ നോക്കി. പിന്നെ അമ്മയെയും. അല്ല സന്ധ്യ, നീട്ടിപ്പോ കല്യാണമൊന്നും നോക്കുന്നില്ല എന്ന് തന്നെയാണോ? 2ാം കെട്ടൊക്കെ ആകുമ്പോ വേഗം നോക്കണതല്ലേ നല്ലത്. പ്രായം കൂടെ കയറിപ്പോയാൽ പിന്നെ നല്ലൊരു ചെക്കനെ കിട്ടില്ല കേട്ടോ. വേണി വരുന്നതിന് മുമ്പ് പറഞ്ഞു തന്നെ വീണ്ടും പറയുന്ന കേട്ടിട്ട് സന്ധ്യ എന്നവരെ തുറിച്ചു നോക്കി. അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ പിന്നെയും വേണിക്ക് നേരെ തിരിഞ്ഞു. മോളെ, ആ ചെക്കൻ്റെ കല്യാണമാണെന്ന് കേട്ടു. ആ പെണ്ണിനേറ്റ് തന്നെയല്ലേ? മോൾക്ക് സങ്കടമുണ്ടോ? സാരല്ല മോളെ, മോളുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവൻ നന്നായിട്ട് ജീവിക്കൂല. ഞാനേ ഉള്ളറിഞ്ഞ് പ്രാഗിയിട്ടുണ്ട്. അസ്വസ്ഥതയോടെ വേണി അമ്മയെ നോക്കി എണീറ്റു. ഞാൻ പോയി കുളിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. നേരം കുറേ ആയല്ലേ, രുക്മിണിയെടുത്ത് ഇറങ്ങാവല്ലേ? ഞാനെന്നാ വിളക്ക് വെക്കാൻ നോക്കട്ടെ. സന്ധ്യ കൂടെ എണീറ്റതും ആയമ്മ തൂണിൽ പിടിച്ച് പ്രയാസത്തോടെ എണീറ്റു. എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ. ധന്യ ഇല്ലാത്തതുകൊണ്ട് അവിടെയും ഞാൻ പോയിട്ട് വേണം വിളക്ക് വെക്കാൻ. ഷാജിയോട് ഞാൻ പറഞ്ഞൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട്. വന്ന കാര്യം നടന്ന സംതൃപ്തിയിൽ അവരവിടെ നിന്ന് ഇറങ്ങി. പോയാ തള്ള? സന്ധ്യ അകത്തേക്ക് ചെന്ന് വേണി ചോദിച്ചു. എന്റെ കൺട്രോൾ പോയി ഞാൻ എന്തെങ്കിലും പറയേണ്ടതായിരുന്നു. മനുഷ്യന്മാരെ പച്ചരിച്ച് തിന്നാൻ വന്നോളൂ, വേണി രോഷത്തോടെ പറഞ്ഞു. നിനക്കറിയുന്നല്ലേ അവരെ. എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞിട്ട് വേണം ഇല്ലാത്ത ഓരോന്ന് ഏഷണി പറയാം. അതിനേക്കാൾ നല്ല മിണ്ടാതിരിക്കുക. സന്ധ്യ അവളെ ഒന്ന് തണുപ്പിക്കാൻ ശ്രമിച്ചു.
ആ ഇനി എങ്ങനെ വന്നതേ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ ചെയ്യേ വയ്യ ഓരോന്ന് കേൾക്കാൻ. വേണി അവളുടെ മുറിയിലേക്ക് നടന്നു. വാവേ ഇവിടെ വന്നേ. വിളിച്ചിട്ട് മറുപടി കിട്ടാതായപ്പോൾ രാധിക ഒന്നുകൂടെ ഉറക്കെ വിളിച്ചു. വാവേ. എവിടുന്നോ ദേഷ്യത്തിലൊരു മറുപടി. പിന്നാലെ തന്നെ ആളും എത്തി. ദേ അമ്മേ, പുതിയ വീട്ടിൽ ചെന്നിട്ട് വാവേക്ക് പോയി അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ. വന്നപാടെ ഒരു ഉറഞ്ഞതുള്ളൽ. ആഹാ, വിളിച്ചാൽ എന്താടാ, അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. അവനൊരു കാരണവർ വന്നിരിക്കുന്നു. രാധിക മകൻ അങ്ങേയറ്റവും പുച്ഛിച്ചു. ശേഷം പറഞ്ഞു, മേളീന്ന് ആ പാത്രങ്ങളൊക്കെ ഇങ്ങ് എടുക്കടാ. കണ്ണുരുട്ട അവൻ. പല്ലിയടിച്ചിരുന്നവനൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു. പിന്നെ മുകളിലെ റാക്കിൽ അടുക്കി വെച്ചിരിക്കുന്ന അലുമിനിയത്തിന്റെയും ചെമ്പിന്റെയും പാത്രങ്ങളും മറ്റൊന്നും നോക്കി. ഇത് കുറെ ഉണ്ടല്ലോ. ആ, എല്ലാം പുതിയ വീട്ടിലേക്ക് നാളെ കൊണ്ടുവെക്കണം. ഹർഷ രാവിലെ പോകുമ്പോ തന്നെ പറഞ്ഞ നിന്നെ കൊണ്ടൊക്കെ എടുപ്പിക്കാൻ. ഓ, അമ്മയും മോനും പണിയെടുപ്പിക്കാൻ ബെസ്റ്റാണല്ലോ. ശ്യാം അമ്മ കേൾക്കാവുന്ന പിറുവിറുത്തുകൊണ്ട് കിച്ചൺ കൗണ്ടറിന് മുകളിലേക്ക് കയറി. പിന്നെ ഒന്ന് കൈയെത്തിച്ച് റാക്കിലേക്ക് പാത്രങ്ങൾ പതിയെ ഓരോന്നെടുത്ത് അമ്മയ്ക്ക് കൈമാറാൻ തുടങ്ങി. വേണിയും സന്ധ്യയും അമ്മനും ഉമ്മറത്ത് വന്നിരുന്നു. കുളിയും ചായ കുടിയുമൊക്കെ കഴിഞ്ഞ് മൂന്നുപേരും ഉമ്മർത്തിരുന്ന് ഷാജിയെ കാത്തിരിക്കുന്ന ഒരു പതിവാണ്. ഒരു 7:30 ആകുമ്പോഴേക്ക് ഹോട്ടൽ അടച്ച് വീട്ടിലേക്കുള്ള വാങ്ങി അയാളെത്തും. ഇരുട്ടുമൂടി തുടങ്ങിയിട്ടുണ്ട്. നേരെ മുന്നിൽ റോഡിനപ്പുറത്തുള്ള വീട്ടിലേക്കാണ് മൂന്നുപേരുടെയും ശ്രദ്ധ. വീട്ടുകാരെല്ലാം വിദേശത്ത് താമസമാക്കിയ ഒരു ഫാമിലിയുടെ തറവാട് വീടാണത്. ഇടക്കൊന്ന് പുതുക്കിപ്പണിത് ഓടുമാറ്റി കോൺക്രീറ്റ് ആക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ വാടക കൊടുക്കുകയാണ്. കുറച്ചായി അവിടെ താമസക്കാരൊന്നുമില്ലാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ പുതിയ താമസക്കാർ വരുന്നുണ്ടാവണം. അകവും പുറമെല്ലാം വൃത്തിയാക്കുന്നുണ്ട് കുറച്ച് പേര്. പുതിയ ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാ ഇപ്പൊ പെട്ടെന്നൊരു വൃത്തിയാക്കല്. സന്ധ്യ പറഞ്ഞു. രാവിലെ പോകുമ്പോ ഒന്നും ആരുമില്ലായിരുന്നല്ലോ, ഇതെപ്പോ തുടങ്ങിയതാ? വേണി ചോദിച്ചു. ആ, രാവിലെ ഞാൻ ഇറങ്ങുമ്പോ ഒന്നും ആരും വന്നിട്ടില്ല. വൈകുന്നേരം അംഗനവാടി വിട്ട് വന്നപ്പോഴാ കണ്ടേ. ആ കാര്യക്കാരൻ മത്താഴ്ചനുണ്ടായിരുന്നു അവിടെ. കടി ഉണ്ടാക്കാനുള്ള തിരക്കിൽ ഞാൻ പിന്നെ മിണ്ടാനും പറയാനും നിന്നില്ല. വേഗം പോകുന്നു. പിന്നെ രുക്മിണിയടുത്തി പറഞ്ഞ് ഏതോ കുറച്ച് ദൂരെന്നാരോ വരാന്നാ. സന്ധ്യ അവരുടെ അറിവ് 2 മക്കളോടുമായി പറഞ്ഞു. അപ്പോഴേക്കും ഷാജിയുടെ വണ്ടി മുറ്റത്തേക്ക് കയറി. അമ്മയും മക്കളും പിന്നെ അയാളുടെ പിറകെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു അകത്തേക്ക് കയറി. ഹർഷൻ വീട്ടിലെത്തുമ്പോൾ സമയം രാത്രി 9 തുടങ്ങിയിരുന്നു. ബൈക്ക് പോർച്ചിലൊതുക്കി അവൻ ഉമ്മറത്തേക്ക് കയറി. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ടിവിയിൽ നിന്ന് ഏതോ സീരിയലിന്റെ ശബ്ദം കേൾക്കാം. അവൻ അകത്തേക്ക് കയറി ചെന്നു. അമ്മയും മകനും സോഫയുടെ 2 അറ്റത്തായി ഇരുന്ന് കിടന്ന് സീരിയൽ കാണുകയാണ്. താൻ വന്ന പോലെ എവിടെ, രണ്ടാളും അറിഞ്ഞിട്ടില്ല. 1-2 നിമിഷം അതൊന്ന് നോക്കി നിന്നു ഹർഷൻ. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. ഹർഷൻ രണ്ടാളുടെയും മുന്നിലൂടെ അവന്റെ റൂമിലേക്ക് നടന്നു. കാഴ്ചക്ക്